യാമിമോൾക്ക് ഇപ്പൊ പേടിയുണ്ടോ? ഇല്ല. മൈഥിലിയെയോ? ഒട്ടുമില്ല. മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാൻ എനിക്കറിയാം. പറയാൻ എനിക്ക് പേടിയില്ല. കൊള്ളാലോ ചേഞ്ച്. മുമ്പൊരിക്കൽ നമ്മള് പുറത്തു പോയപ്പോ യാമിമോള് ഒരുമാതിരി ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കാന്നറിയാതെ. മുമ്പൊക്കെ അമ്മയുടെ കൂടെ ഞാൻ ഫുൾ ടൈം നടന്നിരുന്നത്. അമ്മ പറഞ്ഞത് മാത്രമാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പൊ പലപ്പോഴും ഒരു ഔട്ടിംഗ് ഫിക്സ് ചെയ്ത് അച്ഛൻ സമയത്ത് വന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം തോന്നുമായിരുന്നു. ചില കാര്യങ്ങൾ അച്ഛൻ മറന്നു പോകുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്റെ കാര്യം കഴിഞ്ഞിട്ടേ അച്ഛനും മറ്റെന്തുള്ളൂ. എന്റെ അടുത്ത് എത്ര സമയം ചെലവഴിക്കാനും അച്ഛൻ തയ്യാറാ. അപ്പൊ പിന്നെ ഞാൻ അച്ഛനെ അല്ലേ സ്നേഹിക്കണ്ടേ? കറക്റ്റ്. സാരംഗി യാമിമോളെ കുറിച്ച് സംസാരിക്കുമ്പോ അത് വല്ലാത്തൊരു ഫീലാ. ശരിക്കും പറഞ്ഞ അച്ഛനും മോളുമായിട്ടല്ല, രണ്ട് ഫ്രണ്ട്സ്. അങ്ങനെയാ എനിക്ക് നിങ്ങളെ തോന്നുന്നത്. അച്ഛനധികം ഫ്രണ്ട്സ് ഇല്ല, എനിക്കും ഇല്ല. സോ അങ്ങനെ ആയി പോകുന്നതാ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. ഇപ്പോഴത്തെ ജനറേഷനില് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗുണവും അതാണ്. ഈ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ബഹുമാനത്തിന്റെ അളവുകോലുകളൊക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളെ നിങ്ങൾക്ക് തുല്യമായിട്ട് കാണണം എന്ന് കരുതി ഈ പ്രായത്തില് അച്ഛൻ മാത്രമേ ഒരു ഫ്രണ്ട് പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നും വേണ്ട കേട്ടോ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടവും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കണം. അതാണ് ആന്റിയുടെ ഒരു പോളിസി. കേട്ടിട്ടില്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത അനുഭവമാണെന്ന്. കോളേജിലെത്തുമ്പോ അതിനേക്കാൾ ഇന്റൻസിറ്റി കൂടിയ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന്. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ വേറെ എന്തോ ഉണ്ടെന്ന്. എന്താ ആന്റി പറയുന്നത്? ഫ്രണ്ട്സ്. നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ഫ്രണ്ട്സ്. അവരെ ചൂസ് ചെയ്യണം. അത് ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ. അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അച്ഛനോടും ആന്റിയോടും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങള് മോളുടെ ഉള്ളിലുണ്ടാവും. എനിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഉണ്ടാവും. മോള് വളരുകയല്ലേ. ഒരു കാര്യം ആന്റി പറയാം. അമ്മയുടെ സ്നേഹം പൂർണ്ണമായിട്ട് മോൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ആന്റിക്ക് അറിയാം. ആന്റി ഉണ്ട് മോളുടെ കൂടെ. മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും മോൾക്ക് ആന്റിയോട് പറയാം. ആന്റിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? സംശയം എന്താ? യാമിമോളിൽ ഞാൻ കണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നറിയോ? സ്ട്രെയിറ്റ് ഫോർവേഡ്. ഒരു തെറ്റ് കണ്ട അത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം. പിന്നെ പ്രതികരണമാണെങ്കിൽ അതിനേക്കാൾ ഗംഭീരം. ഒരു പക്ഷേ സാരംഗ് പറയുന്നതിനേക്കാൾ നല്ല മറുപടികള് മൈഥിലിയോട് പറഞ്ഞിട്ടുള്ളത് മോളായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അച്ഛൻ വേദനിക്കുന്നു തോന്നിയാ പിന്നെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തെറ്റ് ചെയ്യുന്നവരെന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഈ മനസ്സിലെ പ്രതിഷേധവും ചങ്കൂറ്റവും ഒക്കെ അതേപടി നിലനിൽക്കട്ടെ കേട്ടോ. ആന്റിയുടെ യാമിക്കുട്ടിയെ ഒരു തീപ്പൊരിയായിട്ട് കാണുന്നതാ ആന്റിക്ക് ഇഷ്ടം. ജ്യൂസ് കുടിക്കും. എന്താ കാര്യം? യാമി എവിടെ? യാമി പുറത്തു പോയി. ആരുടെ കൂടെ? എന്റെ ഫ്രണ്ടിന്റെ കൂടെ. മായാ മഹേശ്വരിയുടെ കൂടെ അല്ലേ? യെസ്. എന്നോടുള്ള വാശി തീർക്കുകയാണോ? ഇതിൽ പ്രത്യേകിച്ച് എന്താ വാശി? മായയ്ക്ക് യാമി മോളെ ഇഷ്ടമാണ്. മായയോടൊപ്പം പുറത്തു പോകുന്നതിൽ അവളും എൻജോയ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ മാതാപിതാക്കളും അത് പെർമിറ്റ് ചെയ്യാറില്ലല്ലോ. ആ സ്ത്രീയെ വിളിക്ക്. യാമി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറയും. താൻ ഇതിൽ ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? മായയുടെ അടുത്ത് യാമി സെക്യൂർ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പില്ല. മായ അവളുടെ അമ്മയല്ല. അടുത്ത ഒരു ബന്ധവും എനിക്കും എന്റെ മക്കൾക്കും ആ സ്ത്രീയോടില്ല. സാരംഗ്, ഇത് ആദ്യത്തെ തവണയല്ല ഞാൻ ഈ പറയുന്നത്. യാമി മോളെ എന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതിൽ സാരംഗ് വിജയിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മിടുക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ എന്റെ കൺമുന്നിൽ എന്റെ മകൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ തിരിച്ചു വിളിക്ക്. കുറച്ച് കഴിയുമ്പോൾ അവരെത്തും. എന്നെ വിളിച്ചിരുന്നു.
ചേച്ചി ഇങ്ങോട്ട് വിടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് അച്ഛനെ അറിയല്ലോ. പിന്നെ എന്തിനാ വിടുന്ന? അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല എന്ന് അച്ഛൻ തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ? അത് കുറച്ചുനാൾ മുമ്പല്ലേ. അന്ന് അച്ഛന് കാര്യങ്ങളൊന്നും വ്യക്തമല്ലായിരുന്നു. ആയിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. സാരംഗ്, സംസാരിക്കുന്നത് നമ്മുടെ ഇളയ കുഞ്ഞിനോടാ. അറ്റ്ലീസ്റ്റ് അതിന്റെ മാന്യതയെങ്കിലും ഒരു അച്ഛനെന്ന നിലയിലേക്ക് സാരംഗ് കാണിക്കണം. എന്നോട് ചോദ്യങ്ങൾ തൊടുത്തു വിടുമ്പോ ഇളയ കുഞ്ഞിന് പ്രായം പ്രശ്നമല്ല, ഞാൻ മറുപടി പറയുമ്പോ പ്രായം പ്രശ്നമാണ്, അല്ലേ? ഓക്കെ സാരംഗ്, ഇപ്പൊ യാമിമോളെ യാത്ര അയച്ചത് എന്തിനുള്ള തുടക്കമാണെന്ന് എനിക്ക് വ്യക്തമായി. യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശം? എന്നോടൊന്ന് തുറന്നു പറയൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്റെ ലൈഫ് എന്റെ ഡിസിഷൻ മാത്രമാണ്, എന്റെ മോളുടെയും. പറ്റുമെങ്കിൽ അതിലിടപെടാതിരിക്കും, അത് നന്നായിരിക്കും. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരിക്കാം, പക്ഷെ യാമിയുടെ കാര്യത്തിൽ അത് പറ്റില്ല. അമ്മയാണല്ലോ ഞാൻ. അതിന്റെ പെയിൻ ആരെങ്കിലും മനസ്സിലാവില്ല. എന്താണ് ഈ കൊട്ടിഘോഷിക്കുന്ന പെയിൻ? ഇനി എപ്പോഴെങ്കിലും അമ്മ വരുമല്ലോ, ഒതുക്കലൊന്ന് മാറ്റി നിർത്തി ചോദിക്കണം, മക്കളുടെ കാര്യത്തില് അമ്മമാർക്ക് എന്തെങ്കിലും വേദന ഉണ്ടാവാറുണ്ടോ എന്ന്. എന്നിട്ട് ആ അമ്മ ഇതൊക്കെ കൊട്ടിഘോഷിക്കുന്നതാണ്, അഭിനയിക്കുന്നതാണ് എന്നൊക്കെ സാരംഗ് പറഞ്ഞ പിന്നെ ഞാനൊന്നും പറയില്ല. വിലക്കേണ്ടത് സാരംഗിനെ അല്ല, ആരെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മായാ മഹേശ്വരിയോട് ഇനി അപമര്യാദയായിട്ട് പെരുമാറാൻ പാടില്ല. അന്യന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരുത്തിയെ മര്യാദക്കാരി എന്നൊന്നും വിശേഷിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. സാരംഗിന്റെ ബിസിനസിന്റെ വലിയ ലോകമൊന്നും ഒരു പക്ഷെ എനിക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷെ ലോകപരിചയമുണ്ട്. ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോ അത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. കൂടുതൽ നാള് സാരംഗ് മറക്കി അപ്പുറത്ത് നിന്ന് കളിക്കില്ല, ഓർത്തു വെച്ചോ. മോൾക്ക് എന്തെങ്കിലും ഇനി വാങ്ങാനുണ്ടോ? ഇല്ല ആന്റി. ആന്റിയോട് പറയാൻ മോൾക്ക് വിഷമമൊന്നും വേണ്ട കേട്ടോ. എന്ത് വേണമെങ്കിലും മോൾക്ക് വാങ്ങാം. ഇപ്പൊ ഒന്നും വേണ്ട. ആ, ഞാൻ പറയാൻ മറന്നു. ഞാൻ ഈ വീക്കില് ഒരു ഫോറിൻ ട്രിപ്പ് പോകുന്നുണ്ട്, മലേഷ്യ. യാമിമോള് ട്രിപ്പൊക്കെ പോയിട്ട് എത്ര നാളായി? മുമ്പൊക്കെ സ്ഥിരമായിട്ട് പോവായിരുന്നു, ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ലല്ലോ. ഓ, ഐ എം സോറി. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലംസ് തുടങ്ങിയ പിന്നെ യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല. യാമിമോൾ എന്റെ കൂടെ പോരുന്നോ? ഒരു 4-5 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. അത് സമ്മതം കിട്ടോ ഇല്ലയോ എന്നൊന്നും മോള് ചിന്തിക്കണ്ട. മോൾക്ക് ആന്റിയുടെ കൂടെ വരാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ, ആന്റിക്ക് അതറിഞ്ഞാ മതി. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് പറഞ്ഞു 2-3 ദിവസം എങ്ങോട്ടേലും പോയാലോന്ന്. സ്ഥലം കാണാനൊന്നുമല്ല, വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാനാ. ടോർച്ചറിങ് ആന്റി. ഉറങ്ങുമ്പോ പോലും വെറുതെ വന്ന് നോക്കി നിൽക്കുക. അതൊരു തരം ആത്മാർത്ഥത തെളിയിക്കല. അക്കാര്യത്തിൽ മൈഥിലും ഇടിക്കുക. യദുവിന് അതൊക്കെയാ ഇഷ്ടം. അവനെപ്പോഴും അമ്മയുടെ സാരിത്വം പിടിച്ച് നടക്കുക. എനിക്കതിഷ്ടല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ, അച്ഛൻ തിരക്കിലല്ലേ, അച്ഛന്റെ ഒഴിവ് കാക്കണ്ട. ആന്റി അച്ഛനോട് സമ്മതം വാങ്ങിച്ചോളാം. നമ്മള് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. അച്ഛനും ഓക്കെ പറയോ? അതൊക്കെ ഞാൻ ഏറ്റു. അച്ഛൻ ഓക്കെ ആണെങ്കിൽ പോരാൻ യാമിമോള് തയ്യാറല്ലേ? ഞാൻ വരാം. അമ്മ എതിർക്കും. അച്ഛൻ സമ്മതിക്കുന്ന ഒരു കാര്യത്തിന് അമ്മ എതിർത്തിട്ട് കാര്യമില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ആന്റിയുടെ കൂടെ വരും. മിടുക്കി. അപ്പോ ഞാൻ ഇന്ന് തന്നെ സാരംഗിനോട് സമ്മതം വാങ്ങിക്കാം. യാമിമോളുടെ ജീവിതത്തില് യാമിമോള് മറക്കാത്ത കുറച്ച് ദിവസങ്ങള് ആന്റി മോൾക്ക് തരും കേട്ടോ. ഈ കുറച്ച് ദിവസങ്ങൾ യാമിമോള് മായാന്റിയുടെ സ്വന്തമായിരിക്കും. യാമിമോളെ കെയർ ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. ആന്റി മോളെ നോക്കിക്കൊള്ളാം. അമ്മയുടെ സ്വാർത്ഥതയല്ല യഥാർത്ഥ കെയറെന്ന് ആന്റി മോൾക്ക് കാണിച്ചു തരാം. എന്നാ നമുക്ക് പോവാം, വാ. വാ വാ വാ, നല്ല ആളുകളാ. ഫാദർ എങ്ങോട്ടാ? ഓ, ഇവിടെ തനിച്ചിരിക്കണ്ടെന്ന് കരുതി. പള്ളിമുറ്റത്തോട്ട് ചെന്നാ അവിടെ ആളുകളുണ്ടല്ലോ, അവരൊക്കെ കണ്ടിരിക്കാലോ.
എന്താ രണ്ടുപേരും പോകുന്നേ? ഇതന്നെ കാരണം. വീട്ടിൽ വന്നിരുന്ന നിമിഷം മുതല് ഫാദർ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? ഇതന്നെ അരുണിന്റെ ഭാഗത്തുനിന്നും. അവസാനം സഹി കിട്ടപ്പോ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാന്ന്. എന്താടാ ഇത്? ഫാദർ, എനിക്കും എന്റെ അച്ഛനെ ഇഷ്ടം. പക്ഷെ അരുൺ ചിലരെ സ്നേഹിക്കുന്ന കാണുമ്പോ ഒരു പൊടിക്ക് അസൂയ തോന്നും. ഇങ്ങനെ സ്നേഹിക്കാൻ ഫാദറിന്റെ മോനെ കൊണ്ട് സാധിക്കും. നിത്യേന നന്നായി കഴിക്കാൻ ശേഷിയുള്ളവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു കൊടുത്താ അയാൾ അത് സാധാരണ കഴിക്കുന്ന പോലെയേ കഴിക്കും. പക്ഷെ കുറെ കാലം പട്ടിണി കിടന്നവന്റെ മുമ്പിൽ ആഹാരം കൊണ്ടുവന്ന് വെച്ചാൽ അയാൾ അത് കഴിക്കുന്ന ഒരു കഴിപ്പുണ്ട്. സ്നേഹത്തിന്റെ കാര്യത്തില് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആ, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് ആദ്യമായിട്ട് കയറി വന്നതല്ലേ. തരേണ്ടത് മധുരമാണ്. അതെന്തായാലും ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ മധുരമുള്ള ഒരു ചായ തരാം. ഫാദർ ഇരുന്നോളൂ, ചായ ഞാനിടാം. ഓ വേണ്ട മോളെ. കണക്കനുസരിച്ച് എന്റെ ഭർത്താവിന്റെ വീട് ഇതല്ലേ. ഭർത്താവിന്റെ വീട്ടില് വലതുകാലം വെച്ച് കയറുന്നത് മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നതും ഒരു ആചാരമാ ഫാദർ. അതങ്ങ് നടപ്പിലാക്കിയേക്കാം. എടാ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ? താലിമാല കഴുത്തിൽ വീണിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ സ്നേഹം സംസാരിക്കുന്നത് പഴയതുപോലെയാണോ? ആണോ? വാക്കുകളിലൊക്കെ ഒരു പക്വത വന്നത് കണ്ടില്ലേ? ഫാദർ ഒന്ന് ചുമ്മായിരിക്കും, അതൊക്കെ വെറുതെയാ. എടാ, ഉള്ളിലുണ്ടെങ്കിലേ വാക്കുകളിലൂടെ പുറത്തു വരൂ, അല്ലേ മോളെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഐശ്വര്യമായിട്ട് ഭർത്താവിന്റെ വീട്ടിലെ ഗ്യാസ് അടുപ്പ് അംഗീകരിച്ചോ. ദേ മോളെ, തേയിലയും പഞ്ചസാരയൊക്കെ തൊട്ടടുത്തിരിപ്പുണ്ടേ. ആ, നിന്നോട് എനിക്ക് അധികം പറഞ്ഞു തരാനൊന്നുമില്ല. പക്ഷേ ഇപ്പൊ അവളുടെ മുഖത്തുള്ള ആ ചിരിയുണ്ടല്ലോ, അതെന്നേക്കുമായി നിലനിർത്താൻ നിനക്ക് കഴിയണം. കേട്ടല്ലോ? ആ, പിന്നെ എവിടെയെങ്കിലും ചെന്നിരുന്ന അവിടുത്തെ സമാധാനം കെടുത്തി എന്നെ കാണണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. വന്നത് കുഴപ്പമായോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോളാം. ഹാ, നിന്ന് പിടയ്ക്കാവുന്ന അടങ്ങടാ. ആ, പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് നീ രജിസ്റ്റർ ഓഫീസിൽ എത്താൻ വൈകിയത് എന്താണെന്ന് മൈഥിലി എന്നോട് പറഞ്ഞു. എവിടെ പോകുമ്പോൾ ഒരു ശ്രദ്ധ വേണം. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹയുടെയും രംഗനാഥന്റെയും കാര്യത്തിലും. അതെന്തായാലും ഞാൻ ചെയ്യില്ല. ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. നിന്റെ പേരില് ഇനിയൊരു വേദന വയ്യ. വാ, നടക്ക്, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. മരുമോളുടെ അടുപ്പരിക്കൽ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. വാടാ. ഇതെന്തിനാ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന്? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ലേ? ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോടാ, അടക്കം ഒതുക്കാൻ കണ്ടോടാ. എന്റെ മോളെ, ഇവനോടാണ് ഞാനൊരു ചായ വെക്കാൻ പറഞ്ഞതെങ്കിൽ ഈ നാട്ടിലെ സകല പാത്രങ്ങളും ഒന്ന് നാശമാക്കും. എനിക്കൊരു ദിവസം പണി ഉണ്ടാക്കി വെക്കും. എത്ര പെട്ടെന്ന് എന്നെ തള്ളി പറഞ്ഞേ നോക്കി. അപ്പൊ ആദ്യത്തെ ടാസ്ക് ഓക്കെ, നല്ല അഭിപ്രായം പിടിച്ചു പറ്റി. എന്തുപറ്റി? പഞ്ചസാര എവിടെ നിന്ന് എടുത്തത്? ദേ, ഇത് അതെന്താന്നൊന്ന് നോക്കി. ഉദ്ഘാടനം എന്തായാലും കെങ്കേമായി. എന്താ പറഞ്ഞത്? കണ്ടുപഠിക്കാനാ? എന്നിട്ട് എന്താ കുടിക്കാത്ത? കുടിക്കേ. എടാ, കൂടുതലൊന്നും പറയണ്ട. എന്റെ മോളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി. അതങ്ങ് പെരുപ്പിക്കാതെ. സോറി ഫാദർ, ചായ ഞാൻ വേറെ വെക്കാം. അതിനെന്താ മോളെ, ഇനിയിപ്പോ നമുക്ക് 3 പേർക്കും കൂടി വേറെ ചായ അങ്ങ് വെച്ച് കുടിക്കാം. ആ, പിന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കൊന്നും വേണ്ട. ഇതൊരു രസം, അതിവിടെ തീരുകയും ചെയ്തു. നടക്കട്ടെ നടക്കട്ടെ. എന്തായാലും ഫാദറിന് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്ത്
അഭിപ്രായം മേടിക്കാണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അതിനി എത്ര വൈകിയാലും. അമ്മേ, ചേച്ചി വന്നു. ആ ഓക്കെ അമ്മി മോളെ, എന്നാ ആന്റി പോട്ടെ. മായാമഹേശ്വരി ഒന്ന് നിന്നേ. എന്താ? നമ്മൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടപ്പോ മായ എന്ന പേരിന്റെ കൂടെ മഹേശ്വരി എന്ന് എങ്ങനെ വന്നു എന്നാ പറഞ്ഞേ? അതെന്റെ അമ്മയുടെ പേരാ. സ്വന്തം പേരിന്റെ കൂടെ അമ്മയുടെ പേര് ചേർക്കുന്നത് വിപ്ലവകരമായ കാര്യം തന്നെയാ. അല്ല, അമ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണോ കൂടെ ചേർത്തത്? അതോ കേൾക്കാൻ ഒരു ഭംഗിയുള്ളത് കൊണ്ടോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അമ്മ എന്നുള്ള വാക്കിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അറിയുമായിരുന്നെങ്കിൽ എന്റെ മകളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോ എന്നോടൊന്ന് പറയാനുള്ള മര്യാദ കാണിക്കുമായിരുന്നു. ഞാൻ ആന്റിയുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം? നീ ഒറ്റയ്ക്ക് പോ. അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. ആന്റിയുടെ കൂടെ പുറത്തു പോകുന്നത് എനിക്കിഷ്ടാ. ഇനി ഞാൻ പോവും. മായ ചിരിച്ചു അല്ലേ? ചിരിക്കാൻ തോന്നും. കാരണം എന്റെ മോള് നിങ്ങൾക്ക് വേണ്ടി എന്നെ തോൽപ്പിക്കാൻ നടക്കുവാണല്ലോ. ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം? സാരംഗിന്റെ ഫ്രണ്ടാണ്, ബിസിനസ് പാർട്ട്ണറാണ്. സോ സാരംഗിന്റെ കുഞ്ഞുങ്ങളോട് എനിക്കൊരു അടുപ്പം തോന്നും. അത് സ്വാഭാവികം. ഞങ്ങള് ജസ്റ്റ് കുറച്ച് ഡ്രൈവ് ചെയ്തു, പിന്നെ 1-2 ഷോപ്സിൽ കയറി. അല്ലാതെ എന്താ? പണ്ടുകാലത്ത് എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളെ പിടിച്ചിട്ട് പോവാൻ ആളുകൾ വരുമെന്ന്. അവര് ബലമായിട്ട് കുട്ടികളെ എടുത്തോണ്ട് പോവല്ല ചെയ്യുക. അവരുടെ കയ്യില് നിറമുള്ള കളിപ്പാട്ടങ്ങളും ബലൂണും ഒക്കെ ഉണ്ടാവും. അത് കാണിച്ച് കുഞ്ഞുങ്ങളെ കൊതിപ്പിക്കും. കുട്ടികൾ അവരുടെ പിന്നാലെ നടന്നു പോകും. അങ്ങനെ ഒരു കുഞ്ഞ് നടന്നു പോകുമ്പോ ഈ ലോകത്തെ ഏറ്റവും കഴിവുള്ള ആളാണ് ആ ക്രിമിനൽ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദേ, ഒരുമാതിരി വൃത്തികെട്ട ഉദാഹരണം എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. ഇതിനേക്കാളും താഴെ നിങ്ങൾ അർഹിക്കുന്നത്. താഴാത്തതേ എന്റെ മര്യാദ കൊണ്ടാ. ഇനി ഒരിക്കല് മായോട് യാമിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വരരുത്. ആന്റി ഒന്നും പറയണ്ട. ആന്റിയെ കുറിച്ച് ഒന്നും പറയാനുള്ള യോഗ്യത അമ്മയ്ക്കില്ല. എന്താടി അമ്മയ്ക്ക് വേണ്ട യോഗ്യത? എന്തൊക്കെ യോഗ്യതകൾ ചോദിച്ചറിയണമെന്നാ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അകന്നു മാറി നിൽക്കുമ്പോഴും എതിരായ വാക്കുകൾ പറയുമ്പോഴും ഒരു കണ്ണി ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്റെ മോളാണ്, എനിക്ക് ആദ്യം പിറന്നവളാണ്. അത് അമ്മയുടെ ദൗർബല്യമായിട്ട് നീ കരുതരുത്. കേറി പോടിയാവത്ത്. മായ, നിങ്ങൾ ഒരുപാട് കഴിവുകൾ തെളിയിച്ചവരാണ്. നിങ്ങൾ ഇടപെടുന്ന മേഖലയിൽ നിങ്ങളെ ബഹുമാനിക്കുന്നവരും ഒരുപാട് കാണും. പക്ഷെ പ്ലീസ്, എന്റെ കുടുംബം, എന്റെ മക്കള്, അത് എന്റെ അവകാശമാണ്. കുത്തിക്കൊണ്ട് പറക്കാൻ ആര് ശ്രമിച്ചാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനത് തടയും. മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പോവാം.